പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, വെൽക്കം ടു ലേൺ വിത്ത് ARM. ഡെയിലി മലയാളം ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ചോദ്യപേപ്പർ 2022 നടന്ന +2 പ്രിലിംസിന്റെ സ്റ്റേജ് 3 ആണ്. മലയാളം എക്സ്പ്ലനേഷൻ. ഒന്നാമത്തെ ചോദ്യം, വിപരീത പദം കണ്ടെത്തുക. വിപരീത പദം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. പശ്ചിമം എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. പശ്ചിമത്തിന്റെ വിപരീതം എന്ന് പറയുന്നത് ഏതാണ്? പശ്ചിമം വിപരീതം പൂർവമാണ്. ഏതാണ്? പശ്ചിമം വിപരീതം ഏതാണ്? പൂർവമാണ്. പശ്ചിമം വിപരീതം പൂർവം. നമുക്ക് ചില വിപരീത പദങ്ങൾ നോക്കാം. ഉന്മീലനം വിപരീതം എന്ന് പറയുന്നത് നിമീലനമാണ്. ഉന്മീലനം വിപരീതം നിമീലനമാണ്. വൃഷ്ടിയാണെങ്കിലോ? വൃഷ്ടിയാണെങ്കിൽ സമഷ്ടിയാണ് വിപരീതം. വൃഷ്ടി സമഷ്ടി. താവകമാണെങ്കിൽ മാമകമാണ് വിപരീതം. താവകം മാമകം. സ്മൃതിയാണെങ്കിൽ വിസ്മൃതി. സ്മൃതി വിസ്മൃതി. ഏകത്വമാണെങ്കിലോ? നാനാത്വം. ഏകത്വമാണെങ്കിൽ നാനാത്വം. ഉന്മീലനം നിമീലനം. വൃഷ്ടിയാണെങ്കിൽ സമഷ്ടി. താവകം വിപരീതം മാമകം. സ്മൃതി വിപരീതം വിസ്മൃതി. ഏകത്വം വിപരീതം നാനാത്വം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഒറ്റപ്പദം എഴുതുക എന്നുള്ളതായിരുന്നു. ഒറ്റപ്പദം എഴുതുക. ഗുരുവിന്റെ ഭാവം. ഗുരുവിന്റെ ഭാവം ഏതാണ് എന്നുള്ളതിന്റെ ഒറ്റപ്പദം എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഗുരുവിന്റെ ഭാവം എന്ന് പറയുന്നത് ഏതാണ്? ഗൗരവം. ഗുരുവിന്റെ ഭാവം ഗൗരവമാണ്. ഗുരുവിന്റെ ഭാവം ഗൗരവം. ചില ഒറ്റപ്പദങ്ങൾ നോക്കാം നമുക്ക്. നീതിയെ സംബന്ധിക്കുന്നത്. നീതിയെ സംബന്ധിക്കുന്നത് എന്ന് പറയുന്നത് നൈതികമാണ്. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ന്യായശാസ്ത്രം പഠിച്ചവൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ ആരാണ്? നൈയാമികനാണ്. നൈയാമികൻ. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. ഓക്കെ, നൈയാമികൻ. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയുടെ ഒറ്റവാക്ക് എന്ന് പറയുന്നത്, ഒറ്റപ്പദം എന്ന് പറയുന്നത് ഈർഷ്യയാണ്. അന്യന്റെ വളർച്ചയിൽ അല്ലെങ്കിൽ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയാണ് ഈർഷ്യ എന്ന് പറയുന്നത്. എന്താണ് ഈർഷ്യ? അപവാദം പറയുന്നവൻ ആരാണ്? പരിവാദകനാണ്. ആരാണ്? അപവാദം പറയുന്നവൻ പരിവാദകൻ. അപവാദം പറയുന്നവൻ പരിവാദകൻ. ജന്മം മുതൽ എന്നുള്ളതിന്റെ ഒറ്റപ്പദം എന്ന് പറയുന്നത് ആ ജന്മമാണ്. ജന്മം മുതൽ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ആ ജന്മം. ഓക്കെ അല്ലേ? നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. ന്യായശാസ്ത്രം പഠിച്ചവൻ നൈയാമികൻ. അന്യന്റെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന അസഹിഷ്ണുതയ്ക്ക് നമ്മൾ പറയുന്ന പേര് ഈർഷ്യ എന്നാണ്. അപവാദം പറയുന്നവൻ പരിവാദകനാണ്. ജന്മം മുതൽ എന്നുള്ളതിന്റെ ഒറ്റപ്പദം ആ ജന്മം എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, ചേർത്തെഴുതുക. ചേർത്തെഴുതുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. സു അധികം ആഗതം. സു അധികം ആഗതം എന്ന് പറയുന്നത് എന്താണ്? സ്വാഗതമാണ്. സു അധികം ആഗതം സ്വാഗതം. സു അധികം ആഗതം സ്വാഗതമാണ്. ഓക്കെ അല്ലെ? ഇവിടമാണെങ്കിലോ? ഇവിടം എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇ പ്ലസ് ഇടം. ഇ പ്ലസ് ഇടമാണ് ഇവിടം. ഇ പ്ലസ് ഇടം ഇവിടമാണ്. സു പ്ലസ് ആഗതം സ്വാഗതമാണ്. സു പ്ലസ് ആഗതം സ്വാഗതം. നമുക്ക് ചിലത് നോക്കാം. ഉന്നമ്രം. ഉന്നമ്രം പ്രീവിയസ് ഒരു ചോദ്യമൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഉന്നമ്രം എന്ന് പറയുന്നത് പിരിച്ചെഴുതിയാൽ ഉത് അധികം നമ്രം. ഉത് അധികം നമ്രമാണ് ഉന്നമ്രം. ഉത് അധികം നമ്രം ഉന്നമ്രം. കരതലാമലകം. കരതലാമലകം എന്നുള്ളത് പിരിച്ചെഴുതിയാൽ കരതല അധികം ആമലകം. കരതല അധികം ആമലകം എന്നുള്ളതാണ് കരതലാമലകം എന്ന് പറയുന്നത്. നിരീശ്വരൻ പിരിച്ചെഴുതിയാൽ എന്ത് വരും? നീ അധികം ഈശ്വരൻ. നിരീശ്വരൻ പിരിച്ചെഴുതിയാൽ നീ അധികം ഈശ്വരനാണ് വരുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. പിഷാരടി നൽകിയിരിക്കുന്നു, മഹതി നൽകിയിരിക്കുന്നു, ഭവാൻ നൽകിയിരിക്കുന്നു, ഹസ്തി നൽകിയിരിക്കുന്നു. ഇതിൽ സ്ത്രീലിംഗ ശബ്ദം എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി മഹതിയാണ് സ്ത്രീലിംഗ ശബ്ദമായിട്ട് വരുന്നത്. ഉത്തരം മഹതിയാണ്. അടുത്ത അതിന്റെ കൂടെയുള്ള ചില സ്ത്രീലിംഗ ശബ്ദങ്ങൾ നമുക്ക് നോക്കാം. സ്ത്രീലിംഗം പുല്ലിംഗം. ദർശകിയുടെ പുല്ലിംഗം എന്ന് പറയുന്നത് ദർശകനാണ്. ദർശകൻ ദർശകിയാണ്. ഭഗിനി എന്ന് പറയുന്ന സ്ത്രീലിംഗ ശബ്ദത്തിന്റെ പുല്ലിംഗം എന്ന് പറയുന്നത് ഭ്രാതാവാണ്. ഭഗിനി ഭ്രാതാവ്. ഭാഗിനേയി ആണെങ്കിൽ ഭാഗിനേയൻ. ഭാഗിനേയി ഭാഗിനേയനാണ്. പ്രസാധികയാണെങ്കിൽ പ്രസാധകനാണ്. പ്രസാധിക പ്രസാധകനാണ്. മാതുലാനി ആണെങ്കിൽ മാതുലനാണ്. മാതുലാനി മാതുലൻ. ദർശകൻ ദർശകി. ഭ്രാതാവ് ഭഗിനി. ഭാഗിനേയൻ ഭാഗിനേയി. പ്രസാധകൻ പ്രസാധിക. മാതുലൻ മാതുലാനി എന്നിവയാണ് പുല്ലിംഗ സ്ത്രീലിംഗ ആയിട്ട് നമ്മൾ നോക്കുന്നത്. അടുത്ത ചോദ്യം, വഴിയാധാരമാകുക.
എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ആശ്രയം ഇല്ലാതാകുക. ആശ്രയം ഇല്ലാതാകുക എന്നുള്ളതാണ് വഴിയാധാരമാകുക എന്ന ശൈലിയുടെ അർത്ഥം. വഴിയാധാരമാകുക, ആശ്രയം ഇല്ലാതാകുക എന്നുള്ളതാണ്. ആശ്രയം ഇല്ലാതാകുക. ചില ശൈലികൾ നമുക്ക് നോക്കാം. ശൈലികൾ: അജഗജാന്തരം. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? വലിയ വ്യത്യാസം. വലിയ വ്യത്യാസമാണ് അജഗജാന്തരം എന്ന് പറയുന്ന ശൈലി. കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ എന്താ? കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം. വലിയ ദൗർഭാഗ്യമാണ് കേമദ്രുമയോഗം എന്ന് പറയുന്നത്. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളുക. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളുകയാണ്. യോഗനിദ്ര. യോഗനിദ്രയാണെങ്കിൽ എന്താ? ഗാഠനിദ്രയാണ് ശൈലി. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഗാഠനിദ്രയാണ്. കോഴിയുറക്കം എന്ന് പറഞ്ഞാൽ ലഘുനിദ്രയാണ്. കോഴിയുറക്കം, ലഘുനിദ്ര. അജഗജാന്തരം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസം. കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം. ഗളഹസ്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ പുറന്തള്ളുക. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഗാഠനിദ്ര. കോഴിയുറക്കം എന്ന് പറഞ്ഞാൽ ലഘുനിദ്രയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം സമാനപദം കണ്ടെത്താനുള്ള ചോദ്യമാണ്. ആറാമത്തത് ജനകൻ. സമാനപദം കണ്ടെത്തുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തനയൻ നൽകിയിരിക്കുന്നു, പിതാവ് നൽകിയിരിക്കുന്നു, സുതൻ നൽകിയിരിക്കുന്നു, ജാമാതാവ് നൽകിയിരിക്കുന്നു. ജനകൻ എന്ന പദത്തിന്റെ സമാനപദം എന്ന് പറയുന്നത് ഏതാണ്? പിതാവ്. ജനകൻ പിതാവാണ്. ജനകൻ പിതാവാണ്. ഓക്കെ അല്ലേ? ചില സമാന പദങ്ങൾ നോക്കാം. വല്ലകി എന്ന് പറഞ്ഞാൽ വീണയാണ്. വല്ലകി വീണ. യാമിനി ആണെങ്കിൽ രാത്രി. യാമിനി രാത്രിയാണ്. കച്ചപം എന്ന് പറയുന്നത് ആമയാണ്. അമ്പ എന്ന് പറയുന്നത് അമ്മയാണ്. വല്ലകി വീണ, യാമിനി രാത്രി, കച്ചപം ആമ, അമ്പ അമ്മ എന്നിവയാണ് സമാന പദങ്ങളായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം പ്രോസസ്. പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ. പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഏഴാമത്തെ ചോദ്യം. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? കൈവശം വയ്ക്കൽ ആണോ? അല്ല. നിയമം എന്നുള്ളതാണോ? അല്ല. നടപടികളാണോ? നോക്കാം. തെളിവ് എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. പ്രോസസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് എന്താണ്? നടപടികൾ. എന്താണ്? നടപടികളാണ്. പ്രോസസിന്റെ മലയാള പരിഭാഷ എന്ന് പറയുന്നത് നടപടികളാണ്. ക്ലിയർ അല്ലേ? അതിന്റെ കൂടെയുള്ള ചില മലയാളം ട്രാൻസ്ലേഷൻസ് നമുക്ക് നോക്കാം. പരിഭാഷകൾ നമുക്ക് നോക്കാം. ബ്രൂട്ട് മജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മൃഗീയ ഭൂരിപക്ഷമാണ്. ബ്രൂട്ട് മജോറിറ്റി എന്ന് പറഞ്ഞാൽ മൃഗീയ ഭൂരിപക്ഷമാണ്. ഓക്കെ അല്ലേ? ഹോം ട്രൂത്ത്. ഇതൊരു പ്രീവിയസ് ഒരു ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഹോം ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അപ്രിയ സത്യമാണ്. എന്താണ്? അപ്രിയ സത്യം. ഹോം ട്രൂത്ത് എന്ന് പറയുന്നത് അപ്രിയ സത്യമാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷനാണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നതാണ് പ്രഥമ പുരുഷൻ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഉത്തമ പുരുഷൻ, തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പ്രഥമ പുരുഷൻ. ഓക്കെ അല്ലേ? അതൊന്ന് കൺഫ്യൂഷൻ ആകാതെ നോക്കിക്കോണം. ഫസ്റ്റ് എന്ന് കണ്ടതുകൊണ്ട് പ്രഥമ എഴുതരുത്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷനാണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നതാണ് പ്രഥമ പുരുഷനായിട്ട് പറയുന്നത്. ബ്രൂട്ട് മജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൃഗീയ ഭൂരിപക്ഷം. ഹോം ട്രൂത്ത് എന്ന് പറയുന്നത് അപ്രിയ സത്യം. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഉത്തമ പുരുഷൻ. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പ്രഥമ പുരുഷനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം, 98ാമത്തെ ചോദ്യമാണ്. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. ശരിയായ പ്രയോഗം തിരിച്ചറിയുക എന്ന് തന്നിരിക്കുന്നു. അഞ്ജലി, 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 അഞ്ജലി എന്നിവയാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ അഞ്ജലി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? അഞ്ജലി എഴുതുമ്പോൾ എങ്ങനെ? ഞായും ജായോട് ചേർത്ത് അഞ്ജലി എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ? അഞ്ജലി. ഓപ്ഷൻ ബി ആണ് നമ്മൾ ഉത്തരമായിട്ട് വരുന്നത്. അഞ്ജലി. ഓക്കെ അല്ലേ? ചില ശരിയായ പദങ്ങൾ നമുക്ക് നോക്കാം. ഹാർദവം എന്ന് നമ്മൾ പറയാറില്ല. ഉത്തരം ഹാർദമാണ്. ഹാർദം, ഹാർദം. ഹാർദമായി സ്വാഗതം ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. ഹാർദവുമായി എന്ന് പറയാറില്ല. തെറ്റാണ്. കൈ അക്ഷരം. ഇല്ല. കൈ അക്ഷരം. കൈ അക്ഷരം. ജഡായു, ജഡായു. കയ്യാല, കയ്യാല. നിർധരി, ജഡ. ധാർഷ്ട്യക്കാരൻ. വായനശീലം. വായനാശീലമല്ല, വായനശീലം. പാദസരം, പാദസരം. ഉദ്ഗ്രഥിതം, ഉദ്ഗ്രഥിതം. ചെലവ്, തത്വം, സ്വസ്ഥത, സന്തുഷ്ടൻ എന്നിവയെല്ലാം ശ്രദ്ധിച്ചോണം. ശരിയായ പദങ്ങൾ. ഹാർദം, കൈ, ഈ അക്ഷരം, ജഡായു, കയാല, നിർധരി, ജഡ, ധാർഷ്ട്യക്കാരൻ, വായനശീലം, പാദസരം, ഉദ്ഗ്രഥിതം, ചെലവ്, തത്വം, സ്വസ്ഥത, സന്തുഷ്ടൻ എന്നിവയാണ് ശരിയായ പദങ്ങളായിട്ട് നൽകിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. പിരിച്ചെഴുതുക എന്നാണ് നൽകിയിരിക്കുന്നത്. പിരിച്ചെഴുതുക. വിദ്യുത് ശക്തി. വിദ്യുത് ശക്തി എന്ന് പറയുന്നത് പിരിച്ചെഴുതാനാണ് നമ്മൾ ചെയ്യേണ്ടത്. വിദ്യുത് ശക്തി പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? വിദ്യുത് അധികം ശക്തിയാണ്. വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. വിദ്യുത് അധികം ശക്തി, വിദ്യുത് ശക്തി. ഓക്കെ അല്ലേ? പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് ശക്തി പിരിച്ചെഴുതുമ്പോൾ വിദ്യുത് അധികം ശക്തിയാണ് വിദ്യുത് ശക്തി. ഓക്കെ അല്ലേ? ആ പ്ലസ് അൾ.
ആ പ്ലസ് അൾ ചേർന്ന് കഴിഞ്ഞാൽ അവൾ എന്നാണ് പറയുന്നത്. ആ പ്ലസ് അൾ അവൾ. ആ പ്ലസ് നേരം അന്നേരം. ആ പ്ലസ് നേരം അന്നേരം. അപ് അധികം ദം അബ്ദം. അപ് അധികം ദം അബ്ദം. ആ പ്ലസ് അൾ അവൾ. ആ പ്ലസ് നേരം അന്നേരം. അപ് പ്ലസ് ദം അബ്ദം. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം പര്യായ ശബ്ദം തിരിച്ചറിയുക. പര്യായ ശബ്ദം തിരിച്ചറിയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗജമാണ് നൽകിയിരിക്കുന്നത്, തുരകം നൽകിയിരിക്കുന്നു, അജം നൽകിയിരിക്കുന്നു, ആന നൽകിയിരിക്കുന്നു, നക്രം നൽകിയിരിക്കുന്നു എന്നിവയാണ് ഓപ്ഷൻസ് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഗജത്തിന്റെ പര്യായപദം എന്ന് പറയുന്നത് ഏതാണ്? ആന. ആനയുടെ പര്യായമാണ് ഏത്? ഗജം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ചില പര്യായ പദങ്ങൾ നമുക്ക് നോക്കാം. സൂര്യൻ. സൂര്യന്റെ പര്യായം ഏതൊക്കെയാ? ഇനനുണ്ട്, അർക്കനുണ്ട്, മിഹിരനുണ്ട്, ആര്യമാവുണ്ട്. സൂര്യൻ, ഇനൻ, അർക്കൻ, മിഹിരൻ, ആര്യമാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആരാണ്? സൂര്യനാണ്. പകൽ പര്യായപദം വാസരം. വാസരം, അഹസ്, ഖസ്രം, ദിനം. വാസരം, അഹസ്, ഖസ്രം, ദിനം എന്നിവ പകലിന്റെ പര്യായമാണ്. ആമയാണെങ്കിലോ കച്ചപം. കച്ചപം, മാഷാദം, കമഠം, കൂർമ്മം എന്നിവ ആമയുടെ പര്യായപദമാണ്. കച്ചപം, മാഷാദം, കമഠം, കൂർമ്മം എന്നിവ ആമയുടെ പര്യായമാണ്. കുതിരയാണെങ്കിലോ അശ്വം കുതിരയാണ്, തുരകം കുതിരയാണ്, ഹയം കുതിരയാണ്, വാജി, സാരംഗം എന്നിവ കുതിരയുടെ പര്യായപദങ്ങളാണ്. ഓക്കെ, അശ്വം, തുരകം, ഹയം, വാജി, സാരംഗം എന്നിവ കുതിരയുടെ പര്യായപദങ്ങളാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു 2022 12ാം തരം ചോദ്യപേപ്പറിന്റെ 3ാം ഘട്ടത്തിൽ നമുക്ക് ചോദിച്ച മലയാളം ചോദ്യങ്ങൾ. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത മലയാളം ക്ലാസ്സിൽ പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് കാണാം. ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമാകുന്നു എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.